Hello everyone, welcome to CUET Tutorial, Kerala's #1 platform for CUET test taking. This is Gayatri Jaikumar, and in this video we're going to look at questions based on punctuation. ഇതൊരു വളരെ കോമൺ ക്വസ്റ്റ്യൻ ടൈപ്പാണ് CUET-ൽ പങ്ക്ച്വേഷൻ മാർക്സ് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. സോ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എപ്പിസ്ട്രോഫി. സോ ഇതിൽ എപ്പോസ്ട്രോഫി നമ്മൾ പല യൂസസ് ഉണ്ട് ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും. ഇനി പങ്ക്ച്വേഷൻ മാർക്സ് നമ്മൾ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റിങ്ങിൽ മാത്രമേ നമ്മൾ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇഫക്റ്റ് ലിസണറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടോൺ വേരിയേഷൻസ് കൊണ്ടുവരും. നമ്മളൊരു സെൻറ്റൻസ് നിർത്തുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ പോസ് ഇടും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ ആ ടോണിൽ ആ വേരിയേഷൻ വരും, ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള രീതിയിൽ. ഇത് എഴുതുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? യൂസിങ് പങ്ക്ച്വേഷൻസ്. സോ അതാണ് പങ്ക്ച്വേഷൻ മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ലിസണറിൽ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റീഡറിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റിങ്ങിൽ പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യുന്നത്. സോ എപ്പോസ്ട്രോഫിക്ക് 1-2 യൂസസ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ എന്തെങ്കിലും ബിലോങ് ചെയ്യുന്നു, ഒരാളുടെ ബിലോങ്ങിങ് ആണ് എന്ന് കാണിക്കാൻ നമ്മൾ എപ്പോസ്ട്രോഫി യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്രിവിയേഷൻസ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഡിഡൻറ്റ് ഒക്കെ എഴുതില്ലേ, ഡിഡ് നോട്ട് എന്നുള്ളതിന് നമ്മൾ ഡിഡൻറ്റ് ആകുമ്പോൾ ആ ഓ പോയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിൻ്റെയും ടീയുടെ ഇടയ്ക്ക് ആ ഒരു ഇൻവേർട്ടഡ് കോമ ഇടുന്നത്, അല്ലെങ്കിൽ എപ്പോസ്ട്രോഫി ഇടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോസ്ട്രോഫി എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ എംഫസൈസ് ചെയ്യാൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്കൊരു വേർഡ് ഓർ ഫ്രേസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഇടാറുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ബുക്കിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയത്തിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇടാറുണ്ട്. അതൊരു ടൈറ്റിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ പല യൂസേജസ് ഉണ്ട് പങ്ക്ച്വേഷൻ മാർക്സിന്. സോ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ക്യാറ്റ്സ് ടോയ് വാസ് മിസ്സിങ്. സോ അതാണ് ഈ 3 സെൻറ്റൻസും. പക്ഷേ ലാസ്റ്റ് വൺ ദ ക്യാറ്റ് ടോയ്സ് വെ മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട് മീനിങ്. ഈ 4 സെൻറ്റൻസിനും ആക്ച്വലി മീനിങ് ഡിഫറൻസ് ഉണ്ട്. ഈവൻ ദോ ചെറിയൊരു വ്യത്യാസമാണ് അവിടെ കാണുന്നെങ്കിലും വളരെ വലിയ മീനിങ് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദ ക്യാറ്റ്സ് ടോയ് വാസ് മിസ്സിങ് എന്ന് പറയുമ്പോൾ ക്യാറ്റ്സ് ടോയ് അവിടെ അപ്പോസ്ട്രോഫി ഇല്ല. അപ്പോൾ ക്യാറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറലാണ് അല്ലേ? അപ്പോൾ ഒന്നിൽ ഒരുപാട് ക്യാറ്റ്സിൻ്റെ പടമുള്ള ടോയ്, അല്ലെങ്കിൽ ഒരുപാട് ക്യാറ്റ്സിൻ്റെ ഫിഗറീൻസ് ഉള്ള ഒരു ടോയ് വാസ് മിസ്സിങ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ദ ക്യാറ്റ് എപ്പോസ്ട്രോഫി എസ് ടോയ് വാസ് മിസ്സിങ്, അതായത് ക്യാറ്റിൻ്റെ ടോയ് മിസ്സിങ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ക്യാറ്റ്സിസ് ടോയ് വാസ് മിസ്സിങ്. ക്യാറ്റ്സിസ് ടോയ് എന്ന് പറയുമ്പോൾ ക്യാറ്റ്സ് പ്ലൂറൽ, അതിന് നമ്മൾ അവരുടെ അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എസ്സിൽ ഒരു വേർഡ് എൻഡ് ആവുകയാണെങ്കിൽ അതിൽ നമ്മൾ പൊസഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ എപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എസ് ഇടേണ്ട ആവശ്യമില്ല. ആ വേർഡ് ഓൾറെഡി എസ്സിലാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എസ് പറയും. ക്യാറ്റ്സിസ് ടോയ് വാസ് മിസ്സിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ പക്ഷേ അതിൽ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആ അപ്പോസ്ട്രോഫിയുടെ ആവശ്യമില്ല, എസിൻ്റെ ആവശ്യമില്ല. അപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ അപ്പോസ്ട്രോഫി മാത്രം നമുക്ക് അവിടെ ഇട്ടാൽ മതിയാവും. സോ ഇവിടെ ക്യാറ്റ്സിസ് ടോയ് വാസ് മിസ്സിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പൂച്ചകളുടെ ഒരു ടോയ് മിസ്സിങ് ആയിരുന്നു. മോർ ദാൻ 1 ക്യാറ്റ് എന്നുള്ള ഐഡിയ ആണ്, അവരുടെ ഒരു ടോയ് മിസ്സിങ് ആണ് എന്നുള്ളതാണ് ആ സെൻറ്റൻസ്. ലാസ്റ്റ് സെൻറ്റൻസ്, ദ ക്യാറ്റ് ടോയ്സ് വേ മിസ്സിങ് എന്ന് പറയുമ്പോൾ ഈ ക്യാറ്റുകളുള്ള ടോയ്സ്, അപ്പം ക്യാറ്റ് ടോയ്സ് എന്ന് പറയുമ്പം ക്യാറ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ടോയ്സ് കുറേ എണ്ണം മിസ്സിങ് ആണ് എന്നുള്ളതാണ് ക്യാറ്റ് ടോയ്സ് വേ മിസ്സിങ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ്. ദി ക്യാറ്റ്സ് ടോയ് വാസ് മിസ്സിങ്, പൂച്ചയുടെ ടോയ്. സോ ദ ടോയ് ദാറ്റ് ബിലോങ്സ് ടു ദ ക്യാറ്റ് വാസ് മിസ്സിങ്. സോ ഇവിടെ ബി ആണ് ആൻസർ. സോ ഓരോ കേസിലും നമുക്ക് മീനിങ് വ്യത്യാസമുണ്ട്. അപ്പം പങ്ക്ച്വേഷൻസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ചുമ്മാ തള്ളിക്കളയാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും സെൻറ്റൻസുകൾ എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് മിസ് ചെയ്യാറുണ്ട്, കോമാസ് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പങ്ക്ച്വേഷൻസ് ദേ റിയലി ഡു ആഡ് എ ലോട്ട് ഓഫ് വാല്യൂ ഇൻ ടു യുവർ സെൻറ്റൻസസ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ചുമ്മാ ചറവറ എടുത്ത് വാരി ഇടാനും പറ്റില്ല, എന്നാൽ യൂസ് ചെയ്യാതിരിക്കാനും പറ്റില്ല. സോ കറക്റ്റായിട്ടുള്ള പങ്ക്ച്വേഷൻ യൂസസ് പഠിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഇങ്ങനത്തെ കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്സ് ഇടുന്ന ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ് CUET. So do prepare for them as well. I hope this is clear to you, and if at all any doubts, please do drop them in the comments. We'll be happy to help. So happy learning. Bye and take care.